നമുക്കിന്ന് ചെറിയ കുറച്ച് പണികളുണ്ട്. അപ്പോൾ രാവിലെ ചെയ്യേണ്ട കുറച്ച് പണികൾ റെഗുലറായിട്ടുള്ളതല്ല, അല്ലാത്ത നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ഒരു ചെറിയ ചെറിയ പണികളുണ്ട്. അപ്പോൾ ആ പണികൾ നമുക്കിന്ന് നോക്കാം. ഇന്ന് ചെറിയൊരു പണി ചെയ്തു കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ് പറഞ്ഞത്. ഇത് നമുക്ക് ഇഞ്ചിയും മഞ്ഞൾ നടാനാണ്. മഴയുടെ തണുപ്പുണ്ട്, അന്തരീക്ഷം മഴ നിറഞ്ഞതാണ്. എന്നിരുന്നാലും മഴ പെയ്യണില്ല. പക്ഷെ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ വാരം കോരി ഇത് അറിയുന്നവരുണ്ടാവും, അല്ലാത്തവർക്കായിട്ട് വാരം കോരുന്നതിന് മുന്നേ നമ്മൾ ചപ്പും ചവറൊക്കെ അതിനടിയിലിട്ടു എന്നിട്ട് വാരം കോരുക. ഇത് നമുക്ക് മഞ്ഞളും ഇഞ്ചിയും നടാനായിട്ട്, ചേമ്പൊക്കെ നടാനായിട്ട് ഇതേപോലെ തന്നെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഏരിയ എവിടെ ക്ലീൻ ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിനൊരു തോടുണ്ടാവും. ആ തോട്ടിൽ ഞാൻ കുറച്ച് പച്ചമുളക് വെച്ചു. ഇവിടെ അങ്ങനെ തന്നെ. അപ്പോൾ ഒന്ന് രണ്ട് ചീരയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ചീര എന്താണെന്ന് വെച്ചാൽ ചീര ഇഞ്ചി നടുന്നതിൻ്റെ ഇടയിൽ കൂടെ ആവാൻ വന്നോളൂ. ഈ ഇഞ്ചി റെഡി ആകുമ്പോഴേക്കും ചീര നമ്മുടെ കറിക്കലത്തിലായി കഴിയും. അപ്പോൾ അതിനെന്ത് വളം ഇടുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ഓർഗാനിക് കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഫില്ലാകുമ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വയ്ക്കും. ഇത് നമുക്ക് ഇടാം. ബയോ ബിന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത്. നമുക്ക് നല്ല വെയിലുള്ള സ്ഥലമല്ല ഇത്, അതുകൊണ്ട് മറ്റുള്ള ചെടികളൊന്നും വളരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് കണ്ടോ, ഇത് മധുരച്ചേമ്പാണ് കേട്ടോ. മധുരച്ചേമ്പ് നമ്മൾ ചെറുപ്പകാലത്ത് ഒത്തിരി നമ്മൾ കഴിച്ചിട്ടുള്ള സാധനമാണ് ഈ മധുരച്ചേമ്പ്. അപ്പോൾ അത് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നല്ല മണ്ണളക്കുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുരച്ചേമ്പ് കഴിക്കാം കേട്ടോ. കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് പറിച്ച് കഴിക്കാം. ഇത് കണ്ടോ, ഇത് നിങ്ങളെന്താ പറയുക, ഇത് കാവത്ത് കുറച്ചുണ്ടായിട്ടുള്ളൂ. അതായത് ഞങ്ങൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാവത്ത് മേലെയുള്ള, അതായത് മണ്ണിലേക്ക് പോകുന്ന കുത്തുകഴുകെന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക കാച്ചിൽ, അതിൻ്റെ മേലെ ഉണ്ടാകുന്ന ഭാഗമാണ് ഇത്. ഇത് നമുക്ക് കറി വയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ ചെറുപ്പത്തിലേക്കൊക്കെ കണ്ടിട്ടുള്ളൂ ഈ സാധനം. ഇതാണ് കാവത്ത്. ഇപ്പോൾ പലരും കൃഷി ചെയ്യുന്നുണ്ട്. ഇത് മേലുണ്ടാവുന്ന പടർന്ന് ഉണ്ടാവുന്ന, അതിൻ്റെ മേലുണ്ടാവുന്നതാണ് കാവത്ത്. ഈ ഇഞ്ചി ഞാൻ 150 രൂപ കിലോനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. വിത്തിഞ്ചിയാണ്, വിത്തിഞ്ചി നമുക്ക് നടാൻ വേണ്ടി. ഈ മഞ്ഞൾ നമുക്ക് നടാനാണ്. കുറച്ച് നമുക്ക് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളത് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. നമ്മളിത് ഒത്തിരി കൺസപ്ഷൻ കൂടുതലല്ലേ, നമ്മൾ ഒത്തിരി കഴിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഓർഗാനിക് കഴിക്കാനായിട്ട് നമ്മൾ നടുക തന്നെ വേണം. ഇത് കണ്ട, നടാനായിട്ട് ഞാനിവിടെ വാരം കോരിപ്പോൾ പണ്ട് നട്ടതിൻ്റെ ചെറിയ ചെറിയ പീസുകൾ കൂടി ഉണ്ടായിരുന്നു. അത് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ടുണ്ട് കാര്യം. നമ്മുടെ വ്യായാമം കഴിയും, നല്ല ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ വല്ലപ്പോഴും കഴിക്കുകയും ചെയ്യാം നട്ടിട്ടാൽ. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട. ചാരവും അല്ല നിങ്ങളെന്താ പറയുക വെണ്ണീറും ഈ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇത്തിരി ഉണക്ക ചാണകപ്പൊടി ഇടാം ഇപ്പോൾ തന്നെ അടിവളമായിട്ട്. 2 പ്രാവശ്യം വളം ചെയ്താൽ മതി. ഇംഗ്ലീഷ് വളമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പർപ്പസിനല്ല, വലിയ വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഉൽപ്പാദനത്തിൽ കുറവ്